സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചയിലേക്ക് കടക്കാനിരിക്കെയാണ് ഹോർമുസ് കേന്ദ്രീകരിച്ച് തർക്കം രൂക്ഷമായിരിക്കുന്നത്. നാവിക ഉപരോധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ തയ്യാറാകാതെ വന്നതോടെയാണ് തുറന്നു നൽകിയ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചത്. ഇതോടെ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങുകയാണ്. ചർച്ചയ്ക്കുള്ള തീയതിയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പ്രതികരിക്കുന്നത്. എന്നാൽ ഇറാനുമായി ഒരു നിലയ്ക്കല്ല എങ്കിൽ മറ്റൊരു നിലയ്ക്ക് കരാറുണ്ടാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലിന് നേരെയടക്കം ഇറാന്റെ വെടിവെപ്പുണ്ടായ പശ്ചാത്തലം കൂടിയുണ്ട്. എന്നാൽ കരുതലോടെയാണ് ഈ വിഷയത്തിൽ ഇന്ത്യ പ്രതികരിക്കുന്നത്. സമാധാന ചർച്ച ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണോ ഇറാനും അമേരിക്കയും എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. അതിഥികളായി ശ്രീ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ TP ശ്രീനിവാസൻ, വിദേശകാര്യ വിദഗ്ധൻ, ബ്രിഗേഡിയർ മോഹനൻ പിള്ള, പ്രതിരോധ വിദഗ്ധൻ, ഒപ്പം മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ഹെഡ് MCA നാസർ എന്നിവർ ചേരുകയാണ്. എന്താണിപ്പോൾ നിലവിലെ സാഹചര്യം? എത്രത്തോളം സംഘർഷഭരിതമാണ്? ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ് എന്ന് നോക്കാം. MCA, ഒരു കരാറിലേക്ക്, ഒരു സമാധാന ചർച്ചയിലേക്ക് കടക്കാനിടയുണ്ടെന്നാണോ? കാരണം അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമാബാദിലേക്ക് അമേരിക്കയിൽ നിന്നുള്ള സംഘം തിരിച്ചു, ഉടൻ തിരിക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് നിലവിലിപ്പോൾ ഇറാന്റെയും അമേരിക്കയുടെയും ഒരു നിലപാട്? ദിവ്യ, എന്തായാലും മറ്റന്നാൾ ചർച്ച നടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഇറാൻ സംഘം എപ്പോൾ എത്തും, ആരുടെ നേതൃത്വത്തിലായിരിക്കും ഈ സംഘം ഇസ്ലാമാബാദിൽ എത്തുക എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്. അല്പം മുമ്പാണ് ട്രംപ് ഔദ്യോഗികമായി തന്നെ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ജറദ് കുഷ്ണറുമായിരിക്കും അമേരിക്കൻ സംഘത്തെ ഇസ്ലാമാബാദ് രണ്ടാം വട്ട ചർച്ചയിൽ നേതൃത്വം വഹിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ ആദ്യവട്ട ചർച്ചയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരുന്നു പങ്കെടുത്തത്. പക്ഷേ സുരക്ഷാ ഭീഷണി കാരണം അദ്ദേഹം ഇസ്ലാമാബാദ് യാത്രയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ അല്പം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പം ജറദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ആയിരിക്കും ചർച്ചയിൽ അമേരിക്കയെ പ്രതിനിധാനം ചെയ്യുക. ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വന്നിട്ടില്ല. അല്പം മുമ്പ് പാക് വിദേശകാര്യമന്ത്രി, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. എന്തായാലും ചർച്ചയിൽ ഇറാൻ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പാക് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സുപ്രധാനമായിട്ടുള്ള ഇഷ്യൂകളിൽ ഇവർ ഏത് നിലപാടിലേക്ക് എത്തുമെന്നതാണ്. കാരണം ട്രംപ് നേരത്തെ വ്യക്തമാക്കുന്നത് താൻ മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും ഇറാൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്താൻ പോവുകയാണ്. പറ്റുമെങ്കിൽ താൻ തന്നെ നേരിട്ട് ഇസ്ലാമാബാദിലെത്തി ആ കരാറിൽ ഒപ്പുവെക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പ്രായോഗികമായിട്ട് ആ കരാറിൽ പ്രധാനമായ കടമ്പകൾ പലതും ഇപ്പോൾ പോലും ഒരു വ്യക്തതയില്ലാത്ത രൂപത്തിലാണ്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം, അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് പൂർണ്ണമായും തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്നതുൾപ്പെടെ പുതിയ കുറേ ഉപാധികൾ അമേരിക്ക മുന്നോട്ട് വെച്ചതാണ് ഈ ചർച്ചയെ തകിടം മറിക്കാനും അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള സൈനിക വീര്യം പ്രദർശിപ്പിക്കാനും ഇപ്പോൾ ഇറാനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോകാതെ എത്ര കണ്ട് കാര്യങ്ങൾ തീർക്കാൻ ഇസ്ലാമാബാദിലെ രണ്ടാം വട്ട ചർച്ചയിലൂടെ സാധിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ചൊവ്വാഴ്ച രാവിലെയോടുകൂടി അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തുമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ആ സമയത്തോടു കൂടി തന്നെ ഇറാൻ സംഘവും എത്തുകയാണെങ്കിൽ ചർച്ച നടക്കും. പക്ഷെ പ്രധാന വിഷയങ്ങളിലൊന്നും വളരെ പെടുന്നതിനെ ഒരു തീർപ്പിലെത്തുക എന്നത് ദുഷ്കരമാണ്. ഈ ഒരു ഘട്ടത്തിൽ ചർച്ച നടക്കാനിടയുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ. പക്ഷേ നമുക്കൊന്ന് ഹോർമുസിലേക്ക് പോയാൽ എന്താണ് ഹോർമുസ് കടലിടുക്കിലെ നിലവിലെ സ്ഥിതി? എങ്ങനെയാണ്? US-ന്റെ നാവിക ഉപരോധം അവിടെ തുടരുന്നുണ്ട്. ഇറാനും ഏറെക്കുറെ പൂർണ്ണമായി കടലിടുക്ക് അടച്ചിട്ട ഒരു സ്ഥിതിയാണ്. അവിടെയും ഏറെക്കുറെ ഒരു സംഘർഷഭരിതമാണല്ലേ? ദിവ്യ, തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സംഘർഷം തന്നെയാണ് ആ മേഖലയിൽ നിലനിൽക്കുന്നത്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തുറന്ന കപ്പൽപാത വീണ്ടും അടച്ചിടാനുള്ള ഒരു തീരുമാനം ഇറാൻ പ്രഖ്യാപിക്കുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധമാണ്. അത് വെടിനിർത്തലിൻ്റെ ലംഘനമാണ്, അതുമായിട്ട് മുന്നോട്ട് പോകാനാവില്ല എന്നൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കപ്പൽപാത അടച്ചിട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നിട്ടപ്പോൾ ഏതാണ്ട് 24 മണിക്കൂറിലധികം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ കാര്യമായിട്ട് ഒരു കപ്പലും ആ പാതയിലൂടെ കടന്നു പോയിട്ടില്ല എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. കാരണം ചില കപ്പലുകൾ കടന്നു പോകാൻ ശ്രമിച്ചിരുന്നു, 3-ലധികം കപ്പലുകൾ. ആ കപ്പലുകളെ എല്ലാം മടക്കി അയക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിൽ മറ്റു കപ്പലുകളും ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കാനും പറ്റുമെങ്കിൽ ആ ഏരിയയിൽ നിന്ന് പിന്മാറാനുമുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2000-ലധികം കപ്പലുകളെങ്കിലും ആ പ്രദേശത്ത് ഈ ഹോർമുസ് കടക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആഴ്ചകളായിട്ട് തുടരുന്ന ആ അനിശ്ചിതത്വം കൂടുതൽ സങ്കീർണമായി
പ്രശ്നമായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെയാണ് അമേരിക്ക മറ്റൊരു പ്രഖ്യാപനം നടത്തിയത്. ഈ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കരാറിലേക്ക് വരുന്നില്ല എങ്കിൽ പിന്നെ ഈ മേഖലയിലുള്ള അന്തർദേശീയ സമുദ്രത്തിൽ നിന്ന് പോലും ഇറാന്റെ കപ്പലുകൾ പിടിച്ചെടുക്കാനും ആ കപ്പലുകൾ ആക്രമിക്കാനും പിന്നെ പെന്റഗണിന് പദ്ധതി ഉള്ളതായിട്ട് അമേരിക്ക അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി സംഘർഷം കൂടുതൽ വിപുലമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മേഖലയിൽ പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, MC, ഇവിടെ ലെബനാനിലും വെടിനിർത്തൽ കരാർ നടപ്പിലായിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ലെബനാനിലെ ഒരു സ്ഥിതിഗതികൾ എങ്ങനെയാണ് നിലവിൽ? ദിവ്യ, അതും കൂടുതൽ സങ്കീർണം തന്നെയാണ്. കാരണം ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിൽ പോലും ഇറാന്റെ ഒരു വലിയൊരു ഉപാധിയായിരുന്നു ലബനാനിലെ വെടിനിർത്തൽ കൂടി ഇറാൻ അമേരിക്ക വെടിനിർത്തലിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന്. തുടക്കത്തിൽ അതിനോട് വിയോജിപ്പായിരുന്നു അമേരിക്കയും ഇസ്രായേലും പ്രകടിപ്പിച്ചത്. പക്ഷേ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യം പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് 10 ദിവസത്തേക്കാണ് അവിടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. പക്ഷെ അതിനിടയിലും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇന്നലെ നടക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു സമാധാന സേനാംഗം ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ അല്പം മുമ്പ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുന്നത് എന്തെങ്കിലും നിലക്കുള്ള ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ ഏറ്റവും സമഗ്രമായ സ്വഭാവത്തിൽ വളരെ വിപുലമായി തന്നെ ലബനാന് നേരെ ആക്രമണം തുടരും. അക്കാര്യത്തിൽ തങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന അർത്ഥത്തിൽ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അല്പം മുമ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി ശരി ശ്രീ PJ വിൻസെന്റ്, നോക്കൂ, ഇവിടെ ഒരു സമാധാന ചർച്ചയിലേക്ക്, 2ാം വട്ട ചർച്ചയിലേക്ക് പോകുമോ എന്നതുപോലും ഉറപ്പില്ല. ആ രീതിയിലാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തേണ്ടത്. പക്ഷേ ചർച്ചയ്ക്കുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും ട്രംപ് ഒരു ഭീഷണിപ്പെടുത്തി ഇറാനെ മുട്ടുകുത്തിക്കാം എന്ന് തന്നെയല്ലേ കരുതുന്നത്? ഒരു നിലയ്ക്കല്ല എങ്കിൽ മറ്റൊരു നിലയ്ക്കെങ്കിലും ഇറാനെ കരാറിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ട്രംപിന്റെ ഈ നിലപാട്, ഈ ഭീഷണി, അത് തന്നെയല്ലേ വലിയൊരു വെല്ലുവിളി? 2ാം ഘട്ട ചർച്ച നടക്കാനാണ് സാധ്യത. കാരണം അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് നടക്കുന്നതിൻ്റെ വ്യക്തമായ സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. JD വാൻസ് പങ്കെടുക്കുന്നില്ല എങ്കിലും വിറ്റ്കോഫ്, അദ്ദേഹം പശ്ചിമേഷ്യൻ കാര്യങ്ങളുടെ പ്രത്യേക ചുമതലയുള്ള ആളാണ്. അതുപോലെ ട്രംപിൻ്റെ ആദ്യകാല പ്രസിഡൻസിയിൽ 2016 മുതൽ 20 വരെയുള്ള പ്രസിഡൻസിയിൽ പശ്ചിമേഷ്യൻ കാര്യത്തിൻ്റെ ചുമതല വഹിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ ജാരദ് കുഷ്ണർ. അപ്പോൾ അവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകും എന്നുള്ള നിലയ്ക്കുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സമാധാന പ്രക്രിയ നടക്കാനാണ് എല്ലാവിധ സാധ്യതയുമുള്ളത്. അതേസമയം ട്രംപിൻ്റെ പോളിസിയെ സംബന്ധിച്ച് തുടർച്ചയായി ഭീഷണി മുഴക്കുകയും സൈനികമായിട്ടും അല്ലാതെയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു റോ സൂപ്പർ പവർ എന്നുള്ള പേര് അദ്ദേഹം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട്. ട്രംപിൻ്റെ നയവും അങ്ങനെയാണ്. പക്ഷേ അവിടെ നിരന്തരമായ ഭീഷണി മുഴക്കുമ്പോഴും ട്രംപിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭ്രാന്തമായ നയങ്ങൾ, അതിലൊരു മെത്തേഡ് ഉണ്ട്. ദർ ഇസ് എ മെത്തേഡ് ഇൻ ഹിസ് മാഡ്നസ് എന്ന് പറയും. അദ്ദേഹം അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്ന മട്ടിൽ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയെടുക്കാൻ എല്ലാവിധ തന്ത്രങ്ങളും ഉപയോഗിക്കുന്ന ഒരാളാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സാമാന്യ നീതിക്കപ്പുറത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിൽ നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിലേക്കാണ് പോവുക. ഉഭയകക്ഷി ചർച്ചകളിലൂടെ കരാറുകളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വാക്ക് പോലും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. ഡീൽ എന്ന വാക്കാണ് അദ്ദേഹം എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ഡീൽ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഒരു കച്ചവടക്കാർ തമ്മിലുണ്ടാക്കുന്ന ഒരു കരാറിനാണ് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു അക്കാദമിക ടൈം പോലുമല്ല. അപ്പോൾ ഒരു ഡീല് നടത്തുക, അതിൽ കച്ചവടത്തിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ട്രംപ് തുറന്നു പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രംപിന് എല്ലായിടത്തും എല്ലാം ഒരു ഡീലാണല്ലോ. തീർച്ചയായിട്ടും അതെ. അല്ല, അതിൽ ട്രംപ് അക്കാര്യത്തിൽ നിഷ്കളങ്കനാണ് എന്ന് പറയേണ്ടി വരും. കാരണം മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ നടത്തിയത് ഈ ഡീല് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇറാൻ തന്നെ എടുത്താൽ അവിടെ മുഹമ്മദ് മുസദിഖ്, അദ്ദേഹം ഈ ഇറാൻ്റെ ഓയിൽ നാഷണലൈസ് ചെയ്തപ്പോഴാണ് 1952 അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുന്നത്. സാൽവദോർ അലന്തയെ പുറത്താക്കുന്നത് ചെമ്പ് ഖനിയിൽ നാഷണൽവൽക്കരിച്ചപ്പോഴാണ് ചിലിയിൽ. അത് സമാനമായ രൂപത്തിലാണ് ഗദ്ദാഫിനെയും അതുപോലെ സദാം ഹുസൈനും ഒക്കെ പുറത്താക്കിയത്. ഇതൊക്കെ ചെയ്ത അമേരിക്കയാണ്. അക്കാലത്തെ പ്രസിഡന്റുമാർ വളരെ ജനാധിപത്യ സംരക്ഷണം അങ്ങനെയുള്ള മൂല്യങ്ങളുടെ വാക്ക് പറഞ്ഞു. പക്ഷേ ട്രംപ് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നേരെ കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു എന്നുള്ളതാണ്. മഡുറോയെ പുറത്താക്കിയത് അവിടുത്തെ വിഭവങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇറാൻ്റെ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ ഈ വിഭവ നിയന്ത്രണവും ഈ ഗൾഫിൻ്റെ നിയന്ത്രണവും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തന്ത്രമാണ്. ആ മേഖലയിൽ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം വർദ്ധിച്ചു വരുന്നു. ചൈനയ്ക്ക് വലിയ സ്വാധീനം ഈ മേഖലയിൽ നേടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ, അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളിൽ ചൈനയ്ക്ക് മുകളിൽ ഒരു എഡ്ജ് കിട്ടുക എന്ന താല്പര്യം കൂടി ട്രംപിൻ്റെ നയങ്ങൾക്ക് പിന്നിലുണ്ട്. അതിൽ ട്രംപ് ഉപയോഗിക്കുന്നത്, ട്രംപിൻ്റെ വിമർശകർ പറയുന്ന പോലെ, ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നാണ് പറയുക. അദ്ദേഹം ഇപ്പോൾ പൊടിച്ചു കളയും, സംസ്കൃതിയെ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറയുമെങ്കിലും നിർണായക ഘട്ടത്തിൽ വരുമ്പോൾ അദ്ദേഹം സംഘർഷത്തിലേക്ക് പോകാതെ പിന്മാറുക, വീണ്ടും ഭീഷണി ഉയർത്തുക, പിന്മാറുക, അതിനിടയ്ക്ക് ഇടവേളകളിൽ ആക്രമണം നടത്തുക. ഇങ്ങനെ ഒരു സവിശേഷമായ സ്ട്രാറ്റജിയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നതായി കാണുന്നത്. ഏതായാലും ഇറാൻ ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളെ ഏകപക്ഷീയമായി അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇറാനില്ല. ഒരു ശാക്തീകരിക്കപ്പെട്ട ഇറാനാണ് ഇപ്പോൾ നമ്മൾ നെഗോഷിയേഷൻ ടേബിളിലും ഒക്കെ നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ ടെസ്റ്റ് നിയന്ത്രിക്കും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ ഫൊർദോ, അതുപോലെ ഇസ്ഫഹാൻ, അതുപോലെ ബുഷ്ഹർ, നദാൻ തുടങ്ങിയിട്ടുള്ള അവരുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ തകർത്ത സമയത്ത് അവർ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഏകദേശം 400 കിലോഗ്രാം അവരുടെ കയ്യിലുണ്ട് എന്നാണ് IAEA റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരിക്കും ഉണ്ടാവുക. അല്ല, യുറേനിയം സമ്പുഷ്ടീകരണം കൂടിയാണോ ട്രംപ് ലക്ഷ്യമിടുന്നത്? ഇടയ്ക്ക് ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഇറാന്റെ കൈവശമുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങൾക്ക് ലഭിക്കുമെന്ന തരത്തിലൊക്കെ. തീർച്ചയായിട്ടും അതെ. അമേരിക്ക പ്രഖ്യാപിച്ച അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കുകയും അവർ 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ശേഖരം അവരുടെ കയ്യിലുണ്ട് എന്ന് IAEA റിപ്പോർട്ട് ചെയ്യണ്ടേ. ആ ആണവ ശേഖരം അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ളതായിരുന്നു. അതോടൊപ്പം ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും അവരുടെ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കുകയും ഭരണകൂടം കൂടുതൽ അമേരിക്കൻ ഫ്രണ്ട്ലി ആവണം, ഇങ്ങനെയൊക്കെ ആശയങ്ങളാണ് അവരുടെ തന്ത്രപരമായ ലക്ഷ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഒരു ആണവായുധം ഇറാൻ ശേഖരിക്കുന്നത് തടയുക എന്ന ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അമേരിക്കയോടൊപ്പം അമേരിക്കയേക്കാൾ അധികം അത്തരം ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റായി വരുന്നത് ഇസ്രായേലിനാണ്. കാരണം 1979 റഷ്യയും 79 മുതൽ തുടർച്ചയായി അവരുടെ ബന്ധങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അമേരിക്കയെ നശിപ്പിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അവർ ആണവായുധം ശേഖരിച്ചാൽ ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ അത് പ്രയോഗിക്കുമോ എന്നുള്ള ആശങ്ക ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് അത് ഇസ്രായേലിൻ്റെ ഒരു വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റാണ്. അതുകൂടി ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. ഏതായാലും ഈ ഏകപക്ഷീയമായ ഒരു കരാറിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. ഇറാന് ഈ ചർച്ചാ ടേബിളിൽ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ ചർച്ചകളിൽ അവർക്ക് പലപ്പോഴും ഒരു ഈക്വൽ സ്റ്റാറ്റസിലൊക്കെ അവർക്ക് പെരുമാറാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കണം എന്നുള്ളതടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ലെബനനിലെ എല്ലാ ഫ്രണ്ടിലും വെടിനിർത്തൽ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് ലെബനൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. അപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും അമേരിക്കയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നല്ലോ, ഒരു മേൽക്കൈ ഇറാന് തന്നെയാണ് നിലവിലുള്ളത്, ഒരു എഡ്ജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല, മേൽക്കൈ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇറാൻ ഒരു ചെറിയ രാജ്യമാണ്. അമേരിക്കയുടെ മേലെ ഒരു മേൽക്കൈ ചർച്ചകളിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ലെബനാനിൽ ഉൾപ്പെടെ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്ന് പറഞ്ഞ അതൊടുവിൽ നടപ്പാക്കേണ്ടി വന്നല്ലോ. യെസ്, തീർച്ചയായിട്ടും അതെ. അത് മാത്രമല്ല, ഈ ബ്ലോക്കേഡ് അവസാനിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഒരു ദിവസം 15 ടാങ്കർ എങ്കിലും മിനിമം ഹോർമൂസ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ നോർത്ത് കൊറിയയുടെ കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ടാണ് അവരെ ആക്രമിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. അതുപോലെ ഈ ഹോർമൂസ് കടലിടുക്കിന് മേലെ ഇറാന് എപ്പോഴും ആധിപത്യം പുലർത്താൻ കഴിയും എന്ന വസ്തുതയാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു എഡ്ജ് നൽകുന്ന ഘടകം. അത് അമേരിക്കയ്ക്ക് മേലെ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ ഹോർമൂസ് കടലിടുക്കിന് മേലെ അതൊരു 34 കിലോമീറ്റർ മുതൽ 54 കിലോമീറ്റർ വരെ വീതിയുള്ള ഒരു ചെറിയ കടലിടുക്കാണ്. അതിൽ തന്നെ ഏകദേശം 10 കിലോമീറ്റർ വീതിയിലാണ് കപ്പൽപാതയുള്ളത്. അപ്പോൾ ഈ കപ്പൽപാത ഏത് നിമിഷവും ബ്ലോക്ക് ചെയ്യാനും ആക്രമിക്കാനും ഒക്കെയുള്ള ശേഷി അത്
ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഇറാന് വരുന്നതാണ്. അതിന് വലിയ ആയുധത്തിൻ്റെ ആവശ്യം പോലുമില്ല. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിന് മേലെയുള്ള നിയന്ത്രണമാണ് ഈ ചർച്ചകളിൽ ഇറാന് എഡ്ജ് നൽകുന്ന ഒരു സുപ്രധാന ഘടകം. അതുകൊണ്ടാണ് അമേരിക്കയുടെ ബ്ലോക്കേഡ് തുടരുന്ന സാഹചര്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാന് കഴിയുന്നത്. അക്കൂട്ടത്തിൽ ഇന്ത്യയുടെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ എത്രയോ കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവുമുണ്ട്. യെസ്, അതാണ്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, അങ്ങെങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2ാം വട്ട ചർച്ചയിലേക്ക് നീങ്ങുമ്പോഴും പ്രകോപനപരമായ പ്രതികരണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുകൊണ്ട് ഒരു 2ാം വട്ട ചർച്ചയിൽ ഒരു സമാധാന കരാറിൽ എത്തിച്ചേരാൻ കഴിയും ഇരു രാജ്യങ്ങൾക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ, അതോ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനാണോ സാധ്യതയുള്ളത്? നമ്മളൊന്ന് ഓർക്കേണ്ടത് ഫെബ്രുവരി 27-ാം തീയതി ആക്ച്വലി ഒരു ന്യൂക്ലിയർ അഗ്രിമെന്റിന്റെ വക്കത്തെത്തിയതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ചർച്ചകൾ തുടങ്ങിയപ്പോൾ ഈ ന്യൂക്ലിയർ ഇഷ്യൂ ആയിരുന്നില്ല പ്രധാനമായിട്ടുണ്ടായിരുന്നത്. കാരണം അതിനൊരു വർക്കബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരുന്നു എന്നാണ് ഒമാനീസ് ഫോറിൻ മിനിസ്റ്റർ ലോകത്തെ അറിയിച്ചത്. അപ്പോ ഈ യുദ്ധത്തിലുണ്ടായ നഷ്ടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു പരാജയത്തിന്റെ ബോധം ഉണ്ടായപ്പോഴാണ് ഈ വീണ്ടും ന്യൂക്ലിയർ ഇഷ്യൂ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതല്ല പ്രധാനപ്പെട്ട ഇഷ്യൂ. പ്രധാനപ്പെട്ട ഇഷ്യൂ എങ്ങനെയെങ്കിലും ഇറാനെ നിർവീര്യമാക്കാൻ കഴിയുമോ, മിസൈൽസ് എല്ലാം നശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് യുദ്ധം തുടരാൻ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ അവരെ നിർവീര്യമാക്കി കഴിഞ്ഞിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷാഡോ പ്ലേ ആണ് ഈ ന്യൂക്ലിയർ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം അന്ന് കിട്ടിയ ഫെബ്രുവരി 27 കിട്ടിയതിനേക്കാൾ നല്ല ഒരു എഗ്രിമെന്റ് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം ന്യൂക്ലിയറിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 2015 കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. എത്ര വർഷത്തേക്ക് മാറ്റുക, അങ്ങനെയൊക്കെ ഉള്ളൊരു അത് കാരണം അവരുടെ കുറെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ന്യൂക്ലിയർ ഇഷ്യൂ ആണ് പ്രധാനമെന്നുള്ളത് യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു എന്നുള്ളതിനെ കൊണ്ട് വീണ്ടും ന്യൂക്ലിയർ ഇഷ്യൂ പുറത്തു കൊണ്ടുവന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇറാനിയന്റെ യുദ്ധം ചെയ്യാനുള്ള കഴിവ് നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സീസ് ഫയറിന് ഏർപ്പെട്ടിട്ട് അതിനുശേഷം വീണ്ടും ഒരു ആക്രമണത്തിനായിരിക്കും അമേരിക്ക തയ്യാറാകുക. ആ ന്യൂക്ലിയർ ഇഷ്യൂ അതിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ്. ഈ 2ാം വട്ട ചർച്ചയൊക്കെ വെറും പ്രഹസനമാണ് എന്നാണ്. തീർച്ചയായിട്ടും ന്യൂക്ലിയറിന്റെ കാര്യത്തിൽ ഒരു പ്രഹസനം തന്നെയാണ്. പക്ഷെ അവരുടെ ശക്തി നശിപ്പിക്കാനുള്ള ഒരു അറ്റംപ്റ്റും കൂടെ നടത്തിയിട്ട് ശേഷമേ ഒരു കരാറിലെത്താൻ സാധ്യതയുള്ളൂ. ശരി. ശ്രീ ബ്രിഗേഡിയർ മോഹൻ പിള്ള, നമുക്ക് ഈ ഹോർമൂസിന്റെ കാര്യം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലബനാനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുന്നു. അതിന് പിന്നാലെ ഹോർമൂസ് പൂർണ്ണമായും തുറന്നു നൽകാൻ ഇറാൻ തയ്യാറാകുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു 20ഓളം കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ അതുവഴി കടന്നുപോയി എന്ന് പറയുന്നു. പക്ഷേ US നാവിക ഉപരോധത്തിൽ നിന്ന് പിന്മാറിയില്ല. അത് ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. വീണ്ടും ഇറാൻ ഹോർമൂസ് അടക്കുന്ന സ്ഥിതിവിശേഷം വന്നു. നോക്കൂ, ഇവിടെ ആരാണ് ഒരു കടുംപിടുത്തം പിടിവാശി കാണിക്കുന്നത്? അത് അമേരിക്ക തന്നെയല്ലേ? തീർച്ചയായും അത് അമേരിക്ക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദിവ്യ. രണ്ടാമത് നമ്മൾ ഇപ്പോൾ ശ്രീനിവാസൻ സാർ ഒരു പക്ഷേ ചിരിക്കുമായിരിക്കും, ഈ മിലിറ്ററി ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നീതികളിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ പോളിസിയാണ് ഈ കുതന്ത്രം എന്ന് വരെ ഉണ്ട്. ഇത് അതുമല്ല, ഇത് വേറെന്തൊരു തന്ത്രമാണ് ഈ ട്രംപ് ഉപയോഗിക്കുന്നത്. അതിന് എന്ത് പേരിടണമെന്ന് ഇതുവരെ ഐ തിങ്ക് മിലിറ്ററി എക്സ്പേർട്സ് ഒക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുമായിരിക്കും, എന്ത് പോളിസിയാണ് ഈ ട്രംപ് ഫോളോ ചെയ്യുന്നത്. അതായത് തുറക്കുന്നു, അടയ്ക്കുന്നു, സീസ് ഫയർ വരുന്നു, വിഡ്രോ ചെയ്യുന്നു. ഐ ഡോണ്ട് നോ. ആ ഒരു കണ്ടീഷനിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ട്രംപ് ഒരു സേഫ് സോണിലോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഡയറക്റ്റായിട്ട് ഇറാന്റെ വെപ്പൺ ലിമിറ്റ് ഇതിനകത്ത് റേഞ്ചിനകത്തോട്ട് അവരുടെ കപ്പലുകളൊന്നും നങ്കൂര വിടുന്നില്ല. സേഫ് സോണിൽ കിടന്നുള്ള കളിയാണ് എല്ലായ്പ്പോഴും. പക്ഷെ അവർ പറയുന്നത് ഇപ്പോൾ തന്നെ ഇറാൻ പറഞ്ഞു ഞങ്ങൾ കപ്പൽ തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു, വീണ്ടും ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പം ഒരു കമന്റ് ഇട്ടത് എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഉപരോധം ഓൾറെഡി അവിടെ ഉണ്ട്, അപ്പോൾ അതിന്റെ പുറത്ത് ഇവിടെ ഒരു ഉപരോധത്തിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു കമന്റ് കൂടി കിട്ടും. പക്ഷേ US ഉപരോധത്തിൽ ഏതൊക്കെ ഷിപ്പുകൾ എപ്പോൾ തിരിച്ചുപോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു കൃത്യതയുമില്ല. പക്ഷേ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പറയുന്നുണ്ട് US ഉപരോധം ഉണ്ടായപ്പോൾ തന്നെ ചൈനീസ് ഷിപ്പുകൾ വന്നെന്നും 1-2 ചൈനീസ് ഷിപ്പുകൾ തിരിച്ചുപോയി എന്നും പറയുന്നുണ്ട്. റിലയബിൾ അല്ല, അത് അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്.
പക്ഷേ ഇന്ത്യൻ ഷിപ്പ് തിരിച്ചു വന്നു എന്നുള്ള രീതിയിൽ 2 ഷിപ്പ് വന്നു എന്നുള്ളത് കാര്യം കറക്റ്റാണ്. അതുപോലെ തന്നെ ഒരു ഷിപ്പ് തിരിച്ചുപോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ ഊർജ സുരക്ഷ എന്നുള്ള രീതിയിൽ ഈ ക്രൈസിസിന് വേണ്ടി നമ്മളൊരു ഇന്ത്യൻ നേവിയുടെ ഒരു ഓപ്പറേഷൻ വ്യൂഹം അവിടെയുണ്ട്. അതിൽ പക്ഷേ ലിമിറ്റ് ഉണ്ട്. കാരണം ഹോർമോസ് കടലിടുക്കിലോട്ട് ഒരു കാരണവശാലും ഇന്ത്യൻ വാർഷിപ്പ് ക്രോസ് ചെയ്യുന്നില്ല. അവിടുന്ന് കടന്നു വരുന്ന ഷിപ്പിനെ എസ്കോർട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ലാൻഡ് ചെയ്യിക്കുക എന്നുള്ള ഒരു ധീരമായിട്ടുള്ള ഒരു കർത്തവ്യമാണ് ഇന്ത്യൻ നേവി ഇപ്പം മുന്നോട്ടെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഐ ആം വിഷ്വലൈസിങ് കാര്യം ഇത് വീണ്ടും ഈ ചർച്ച കൊണ്ട് ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു ഇന്റേറിയം സീസ് ഫയർ വേണ്ടത് ഇപ്പോൾ ആവശ്യം അമേരിക്കയ്ക്കാണ്. അതായത് ഈ മഴ നനഞ്ഞിറങ്ങി ഇനിയിപ്പോൾ കുളിക്കാതെ തിരിച്ചു കയറാനും പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് അമേരിക്ക വന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒരു അംബ്രല കിട്ടിയാൽ അതിനകത്ത് കയറി കുറച്ചുനാൾ നിന്നിട്ട്, പക്ഷെ അവർക്കൊരിക്കലും ഈ ക്രൈസിസ് ഇത് ചെയ്യണ്ട. കാര്യം വിൻസെന്റ് സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം അവർക്കിവിടെ കൺട്രോൾ വേണം. എന്നു മുതൽ ഇറാൻ അവിടെ ടോൾ ഏർപ്പെടുത്തിയോ, അതായത് ഏതാണ്ട് ഒരു ബാരലിന് $1 എന്നുള്ള രീതിയിൽ ഒരു ടോൾ വരുന്നുണ്ട് ആ മൊത്തം കൂട്ടുമ്പോഴത്തേക്ക്. അപ്പം അത്രയും എമൗണ്ട് ഞങ്ങൾ അടിച്ചൊതുക്കിയ ഇറാന് അത് കൂടാതെ തന്നെ പൈസയും കൂടെ കിട്ടുകയാണ് എന്നുള്ള രീതി വരുമ്പോഴത്തേക്ക് ട്രംപിന് അത് ഒരിക്കലും, ഒരു ബിസിനസ്മാനായിട്ടുള്ള ട്രംപിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ എൻ്റയർ US മിലിറ്ററി എന്ന് പറയുന്ന മറൈൻസ് എല്ലാം ഇതിന് എതിരാണ്. അവരവരുടെ കാര്യം പറയുന്നുണ്ട് എപ്പോഴും, വൈ വി ഷുഡ് ഫൈറ്റ് ഫോർ എ വാർ, ഇറ്റ് ഈസ് നോട്ട് ഫോർ അമേരിക്ക. ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ എന്തിനാ വാർ ഫൈറ്റ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ പോലും ഒരു കാരണവശാലും പറ്റുന്നില്ല. ആ ഒരെണ്ണം സൈഡിലുണ്ട്. രണ്ടാമത് ഇതിനകത്ത് വരുന്നത് ട്രംപ് ആഗ്രഹിക്കുന്നത് ഇവിടെ കൂടുതൽ സ്ട്രെസ് വരുമ്പോൾ ഈ ചൈനയും ഒക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു പ്രഷർ കൂടുമ്പോൾ ഹൂത്തീസ് അല്ലെങ്കിൽ അവിടെ സുയസ് കനാൽ ഒന്ന് ക്രോസ് ചെയ്യട്ടെ. സുയസ് കനാൽ കൂടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഓയിൽ സപ്ലൈ കുറച്ച് കൺട്രോൾ വരും. അതായത് ഒരു 38% ഒക്കെ ബ്ലോക്ക് ആകുമ്പം എൻ്റെ ഒരു ഇക്കണോമിക് ഡിപ്രഷൻ ഉണ്ടാകുമ്പോഴും ട്രംപ് വിചാരിക്കുന്നത്, അതായത് ഇതിനകത്ത് നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാം എന്നുള്ള രീതിയിൽ US-ന്റെ കൂടുതൽ ബിസിനസ് ഇക്കോണമി ഡെവലപ്പ് ആകും എന്നുള്ള ഒരു ഉട്ടോപ്യൻ കൺസെപ്റ്റിലാണ്. ഹി ഈസ് ദ വൈസസ്റ്റ് ഫൂൾ ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഏറ്റവും ബുദ്ധിമാനാണെന്ന് സ്വയം നടിക്കുന്ന ഒരു വിഡ്ഢി ആണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രീതിയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വിഡ്ഢിയുടെ കൺസെപ്റ്റില് അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഈവൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പോലും കഷ്ടപ്പെടുന്നതായിട്ടുള്ള, അതായത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാമല്ലോ, ഈ ഡിപ്രഷൻ വരുമ്പോൾ, ഇക്കണോമിക് ഡിപ്രഷൻ വരുമ്പോൾ ഇറ്റ് വിൽ അഫക്ട് ഓൾ കൺട്രീസ്. എല്ലാ രാജ്യത്തിനെയും അഫക്ട് ചെയ്യും. അല്ലാതെ അത് പ്രത്യേകമായിട്ട് ഒരു സേഫ് സോണിൽ മാത്രം അമേരിക്ക ഒരിക്കലും നിൽക്കില്ല. അതിനെക്കുറിച്ച് ഇക്കോണമിസ്റ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ പല ഇക്കോണമിസ്റ്റുകളും ഒരു രാജ്യതന്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ ട്രംപിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അംഗീകരിക്കാൻ ഒരു ബാധ്യസ്ഥനല്ല, അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് എന്താ ചോദിച്ചാൽ, ട്രംപിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഓശാന പാടാൻ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പാകിസ്ഥാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലോട്ട് വരുന്നില്ല. കാര്യം ഒരു രാജ്യത്തിന് മീഡിയേഷന് വേണ്ടി എവിടെയാണ് മിലിറ്ററി ഹെഡ്സ് വരുന്നത്? അതിന് ഫോറിൻ എംബസി അല്ലേ വരേണ്ടത്? നേരെ മറിച്ച് ഇവിടെ അസിം മുനീർ എന്ന് പറയുന്ന ആളാണ് ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് അവിടെയും ഇവിടെയും നടക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ ഇന്ത്യ ചീഫ് ഓഫ് ആർമി സ്റ്റാഫോ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫോ ആണോ പോകുന്നത്? അല്ല. വിദേശകാര്യ ഒരു പ്രത്യേക എംബസി ഉണ്ട്, അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പുണ്ട്. ഇത് പാകിസ്ഥാൻ ഇപ്പൊ അതിനെക്കുറിച്ചിട്ട് പലരും പറയുന്നുണ്ട്. കാര്യം അമേരിക്കൻ ചാരനായിട്ട് അസിം മുനീറിനെ ഇറാനിലോട്ട് വിട്ടിട്ടുള്ളതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പല സമയത്തും പല രീതിയിലാണ് അദ്ദേഹം അപ്പിയറൻസ്, അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ നല്ല സിവിൽ സൂട്ടിൽ വരും, ചിലപ്പോൾ യൂണിഫോമിൽ വരും. JD വാൻസിന്റെ മുന്നിലൊക്കെ കോട്ടും സൂട്ടും ഇട്ടാണ് അങ്ങനെ അപ്പിയർ ചെയ്യുന്നത്. ഈ സ്റ്റിൽ സെർവിങ് ചീഫ് ഓഫ് ദി കൺട്രി. അപ്പം നേരെ മറിച്ച് അവിടെ ചെല്ലുന്നത് യൂണിഫോം ഒക്കെ ഇട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ചാരപ്പണിക്ക് തന്നെയാണോ ഈ അമേരിക്ക ഇതിനെ ഈ പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത് എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒന്നുമില്ല. ഇത് ട്രൈലാറ്ററൽ ടോക്കാണ്. ഈ ട്രൈലാറ്ററൽ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-to-1 ടോക്ക് ഇതുവരെ നടന്നിട്ടുമില്ല, നടക്കുന്നുമില്ല. കാര്യം ഇറാന് പറയാനുള്ളത് പാകിസ്ഥാനോട് പറയുന്നു, പാകിസ്ഥാൻ അത് അമേരിക്കയോട് പറയുന്നു, അമേരിക്ക തിരിച്ച് അവരുടെ കണ്ടീഷൻസ് പാകിസ്ഥാനോട് പറയുന്നു, പാകിസ്ഥാൻ തിരിച്ചത് ഇറാനോട് പറയുന്നു. ഈ ഒരു 1-to-1 ടോക്ക് ഇതുവരെ വരുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്, അവര് ആദ്യമൊക്കെ അവർക്ക് ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു.
ഇപ്പോൾ അവർക്ക് അഡ്വാൻറ്റേജസ് പൊസിഷനിലാണ്, ഒരു സംശയവുമില്ല. അവർ പറയുന്നത് US വരട്ടെ എന്നാണ്. ഇപ്പോൾ ട്രംപ് വരുന്നില്ല, ദൂരെ നിന്ന് വരട്ടിയിട്ട് സീസ് ഫയർ എങ്ങനെയും വേണം എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ട്രംപ് യുദ്ധത്തിന് റെഡിയല്ല, പക്ഷെ പറയുന്നുണ്ട് നിങ്ങളെ ഇല്ലായ്മയും നിങ്ങളുടെ ബ്രിഡ്ജുകളെയും നിങ്ങളുടെ റോഡുകളെയും നിങ്ങളെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ നടത്തും. ഒരു ദിവസം കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് യു മസ്റ്റ് ബി റിമെമ്പർ, ഇന്ന് രാത്രി കൊണ്ട് ലോകത്തൊരു രാജ്യം ഇല്ലാതാകും, ഒരു സിവിലൈസേഷൻ ഇല്ലാതാകുമെന്ന് പ്രഖ്യാപിച്ച പമ്പര വിഡ്ഢിയാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി നാളെ ഈ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുമെന്നോ എന്തു പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. നേരെ മറിച്ച് ഈ എൻറിച്ച്ഡ് യുറേനിയം ഇവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് ഒരു പക്ഷേ ഇനിഷ്യലി അവർ എഗ്രി ആയിരുന്നേനെയും, പക്ഷെ അത് എഗ്രി ആവാത്ത ഇനിയിപ്പം അവർ US തന്നെ കിട്ടണം എന്നുള്ള രീതിയിലോട്ട് വരില്ല. ഞാൻ വിചാരിക്കുന്നത് അഥവാ അവർ റെഡിയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരത് സറണ്ടർ ചെയ്യുവാണെങ്കിൽ പോലും IAEAക്ക് സറണ്ടർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാതെ വേറെ ആർക്കും അമേരിക്കയ്ക്കോ ഒന്നും അവരത് ഇത് ചെയ്യില്ല. ഇല്ലെങ്കിൽ അവർ സമ്മതിക്കും, IAEAയുടെ റെപ്രസെന്റേറ്റീവ് അവിടെ വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ സീ ദ തിങ്സ്. അതിപ്പോ അവിടെ ഉണ്ടോ എന്ന് പോലും നദാൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡിസ്ട്രക്ഷൻ ടോട്ടലി നടന്നിരിക്കുകയാണ്. അപ്പൊ അത് വെളിയിൽ എടുക്കണമോ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ന്യൂസും വരുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കൺസെപ്റ്റിൽ ഇറാൻ ഈസ് ഓൺ ദ അഡ്വാൻറ്റേജസ് സൈഡ്, അതായത് ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രസന്റ് സിറ്റുവേഷനിൽ ഇറാൻ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, വളരെ നല്ല കാര്യത്തിൽ പോലും ഇസ്രയേൽ ഒരു വെടിനിർത്തലിനും വരത്തില്ല ലെബനുമായിട്ട്, പക്ഷെ ഇറാൻ കൊണ്ടുവന്നു ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സീസ് ഫയറിലൂടെ, ഈ ഒരു ഇഷ്യൂവിലൂടെ ഈ ഇസ്രയേലിനെ മുൾമുനയിൽ നിർത്തി ലെബനനുമായിട്ടുള്ള സീസ് ഫയർ നിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറാൻ എല്ലായ്പ്പോഴും അപ്പർ ഹാൻഡ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് അവരുടെ ഏറ്റവും വലിയൊരു സക്സസ് ആണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. MC നോക്കൂ, ഒരു പക്ഷേ ചർച്ച നടന്നേക്കാം, ഈ വരുന്ന ആഴ്ചയിൽ തന്നെ വീണ്ടും ഇരു രാജ്യങ്ങളും ഒന്നിച്ചിരുന്നേക്കാം, കരാർ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്തേക്കാം. പക്ഷേ കരാറിലെത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ആദ്യഘട്ട ചർച്ചയിലും ഒരു കരാറിൽ എത്താതിരുന്നത്, അല്ലെങ്കിൽ അത് പാളിപ്പോയത് ചില പ്രധാനപ്പെട്ട ഉപാധികളിന്മേൽ നിർദ്ദേശങ്ങൾ തന്നെയായിരുന്നു. അതിൽ ഹോർമുസിന്റെ നിയന്ത്രണം സംബന്ധിച്ചുണ്ടായിരുന്നു, അതിന് ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇറാനുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യമുണ്ടായിരുന്നു. ഈ ആണവ ശേഷി അത് കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിലും ഇപ്പോഴും ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഒരു രണ്ടാം വട്ട ചർച്ചയിലേക്ക് പോയാലും ഒരു കരാറിലെത്തുക എന്നത് അത് അത്യന്തം ദുഷ്കരമായ ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ നിലവിലുള്ളത്? വലിയ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും ഒരു ധാരണ രൂപപ്പെട്ടിട്ടില്ല. നേരത്തെ അമേരിക്ക ഒരു 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, അതിന് ബദലായിട്ട് 10 നിർദ്ദേശങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചു. ഈ 15ഉം 10നും ആ നിർദ്ദേശങ്ങൾക്കിടയിൽ ഒരു സമവായത്തിന്റെ സാധ്യത എന്നത് ട്രംപ് പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു. ഇറാൻ അത് അംഗീകരിച്ചിരിക്കുന്നു, സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾക്ക് കൈമാറാൻ വരെ ഇറാൻ സന്നദ്ധമായി എന്നൊക്കെ ട്രംപ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നതിലപ്പുറത്ത് പ്രായോഗികമായിട്ടുള്ള ഒരു നീക്കുപോക്കുകളിലേക്ക് പോലും എത്തിയിട്ടില്ല. ഇറാന്റെ നേതൃത്വം ഇന്നും വ്യക്തമാക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വമാവട്ടെ സൈനിക നേതൃത്വമാവട്ടെ, പറയുന്നത് തങ്ങളുടെ ജനതയുടെയും രാജ്യത്തിൻ്റെയും പൊതുവായ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയിലും അമേരിക്കയുമായിട്ട് ഒപ്പുവെക്കാൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അതുണ്ടാവുകയുമില്ല. നേരെ മറിച്ച് പ്രായോഗികമായിട്ടുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ അത് അക്കാര്യം അംഗീകരിക്കാമെന്നാണ്. അതിലൊന്ന് നഷ്ടപരിഹാരം നൽകുന്ന വിഷയത്തിലായാലും പിന്നെ ഈ ഹോർമുസിന്റെ മേലുള്ള തങ്ങളുടെ പരമാധികാരം നിലനിർത്തുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഇത്തരം കാര്യങ്ങളിലൊക്കെയും തങ്ങളുടെ ചില പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ നിന്ന് കടുകിട വ്യതിചലിക്കാനോ പിറകോട്ട് പോകാനോ തങ്ങൾ തയ്യാറല്ല എന്നാണ് പാർലമെന്റ് സ്പീക്കർ ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും ഒരേപോലെ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് 3 ദിവസമാണ് തെഹ്റാനിൽ ചർച്ച നടന്നത്. പാകിസ്ഥാന്റെ സൈനിക മേധാവി ആസിം മുനീർ ഇറാൻ നേതാക്കളുമായിട്ട്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഉൾപ്പെടെയുള്ളവരുമായിട്ട് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഈ പാകിസ്ഥാനിന്റെ മധ്യസ്ഥതയിൽ ഇറാന് മുമ്പാകെ അവതരിപ്പിച്ചുവെങ്കിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള രേഖാമൂലമായിട്ടുള്ള ഒരു മറുപടി ഈ നിമിഷം വരെ ഇറാൻ കൈമാറിയിട്ടില്ല. ഇറാൻ പറയുന്നത് തങ്ങളത് പഠിച്ചു വരികയാണ് എന്നാണ്. ഇനിയിപ്പോൾ ആകെ സംഭവിക്കാൻ പോകുന്നത് മറ്റന്നാൾ ചൊവ്വാഴ്ച മിക്കവാറും വൈകിട്ടെങ്കിലും ആ യോഗം ഇസ്ലാമാബാദിൽ നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഇറാൻ സംഘം അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർ തങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ മുന്നോട്ട് വെക്കും. ആ നിലപാട് വെക്കുമ്പോൾ പോലും ഹോർമുസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് അല്ലെങ്കിൽ വിട്ടുവീഴ്ചക്ക് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നൊരു സൂചന തന്നെയാണ് ഇന്നിപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആണവ വിഷയവും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഒന്നും തൊട്ട് കളിക്കാൻ പോലും, അത് ചർച്ചയിലേക്ക് പോലും കൊണ്ടുവരാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ആണവ വിഷയത്തിൽ ഇപ്പോൾ 5 മുതൽ 10 വർഷം വരെ വേണമെങ്കിൽ
ഈ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാമെന്ന് ഇറാൻ അറിയിച്ചതായിട്ട് പാക് മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് അത് 20 വർഷമോ അതിൽ കൂടുതലോ നിർത്തിവെക്കണമെന്ന ഒരു വലിയ ഉപാധിയാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. അതായത് മാക്സിമലിസം എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ പരമാവധി ഇറാനെ വിധേയപ്പെടുത്തുക, പരമാവധി തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ 100% ഇറാനെ കൊണ്ട് അംഗീകരിക്കുക. ഇതാണ് ഇപ്പം ട്രംപ് മുന്നിൽ കാണുന്നത്. പക്ഷെ പ്രായോഗികമായിട്ട് ഇതുവരെ നടന്ന ചർച്ചകളിൽ, പല ഘട്ടങ്ങളിൽ നടന്ന ചർച്ചകൾ, വിയന്നയിലും അതോടൊപ്പം തന്നെ നേരത്തെ പല മേഖലകളിൽ ആ ചർച്ചകൾ നടന്നുവെങ്കിൽ പോലും അതിലൊന്നും ഇറാൻ തങ്ങളുടേതായിട്ടുള്ള ആ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഇനിയിപ്പം ഇസ്ലാമാബാദിൽ സൈനികമായിട്ടുള്ള വലിയ സമ്മർദ്ദം രൂപപ്പെടുത്തിക്കൊണ്ട്, അതായത് നാവിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട്, ഇനി അന്തർദേശീയ സമുദ്ര മേഖലയിൽ പോലും ഇറാൻ കപ്പലുകളെ ആക്രമിക്കുമെന്ന ഒരു ഭീഷണി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും തങ്ങളുടേതായിട്ടുള്ള നിലപാടുകളിൽ ഇറാൻ മാറ്റം വരുത്താനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ആകെ സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാമാബാദിൽ ഒരുപക്ഷെ ഈ 2 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ ഒരു 2 ആഴ്ച കൂടി അങ്ങോട്ട് ദീർഘിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയേക്കാം. അതല്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു കരാർ രൂപപ്പെടണം, ആ കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായിട്ടും ചുട്ടരിക്കുമെന്നൊക്കെ ട്രംപ് പറയുമ്പോൾ ആളുകളിപ്പം വളരെ ബാലിശമായിട്ട് ഒരു തമാശ ആസ്വദിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഈ ട്രംപിൻ്റെ മുന്നറിയിപ്പുകളെയും അന്ത്യശാസനങ്ങളെയും ഒക്കെ കാണുന്ന ഒരു അവസ്ഥയുള്ളത്. കാരണം രണ്ടും 2 തലങ്ങളിൽ തന്നെയാണ് ഈ നേതൃത്വങ്ങൾ നിലനിൽക്കുന്നത്. ഇറാന് ഇപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോവുകയാണെങ്കിൽ ആഭ്യന്തരമായിട്ട് അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് ഇറാനും തിരിച്ചറിവുണ്ട്. അതേസമയം ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്ക വരികയാണെങ്കിൽ വലിയ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അമേരിക്ക അഭിമുഖീകരിക്കാൻ പോകുന്നത്. കാരണം ഇതുവരെ നടന്ന യുദ്ധത്തിൽ വലിയ തോതിലുള്ള സൈനിക ആൾനാശം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു കരയുദ്ധത്തിലേക്ക് വരിക, കാർഗോ ദ്വീപ് പിടിച്ചടക്കുക, അതൊക്കെ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. കാർഗോ ദ്വീപ് ഇത്രയും വലിയ സൈനിക സന്നാഹങ്ങളോടുകൂടി ഒരുപക്ഷെ അമേരിക്ക പിടിച്ചെടുത്തേക്കാം. പക്ഷേ അത് നിലനിർത്തുക എന്നത്, അത് സ്ഥായിയായിട്ട് തങ്ങളുടെ സൈനിക സാന്നിധ്യം ഇറാന്റെ മണ്ണിൽ നിലനിർത്തുക എന്നത് അമേരിക്കക്ക് എളുപ്പമായിരിക്കില്ല. അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വരും. 8 മുതൽ 12 ലക്ഷം വരെ സൈനികർ ഇപ്പോൾ തന്നെ ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ ഇറാന്റെ പക്കലുണ്ട്. അതിന് പുറമെയാണ് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഒരു 14 ലക്ഷം പേർ സൈനികമായിട്ടുള്ള ജോലിക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വരുമ്പോൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് പോകാൻ ട്രംപിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പരമാവധി യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് എല്ലാവർക്കും വളരെ ആവശ്യകരമായ, വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ അതിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നതാണ് വാസ്തവം. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇവിടെ ഹോർമുസ് അടച്ചത് മുതൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി അവിടെ നേരിടേണ്ടി വന്നിട്ടില്ല. പലപ്പോഴായി ഇറാന്റെ അനുമതിയോടുകൂടി തന്നെ കപ്പലുകൾ അവിടെ നിന്ന് വരാനും ഇന്ത്യൻ തീരത്തേക്ക് എത്താനും ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം 2 കപ്പലുകൾക്ക് നേരെയാണ് വെടിവയ്പ് ഉണ്ടായിട്ടുള്ളത്. അത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നില്ല ഇന്ത്യക്ക്. പക്ഷേ ഇപ്പോഴും ആ വിഷയത്തിൽ കരുതലോടുകൂടി മാത്രം പ്രതികരിച്ചാൽ മതി എന്നതാണോ ഇന്ത്യയുടെ ഒരു തീരുമാനവും നിലപാടും? അതെ, തീർച്ചയായിട്ടും അതെ. കാരണം ഈ ഹോർമുസ് എന്ന് പറയുന്നത് ഒരു ചാൻസിൽ വന്ന ഒരു ഇഷ്യൂ ആണ്. ഹോർമുസ് വാസ് ഓൾവേസ് ഓപ്പൺ. അപ്പൊ അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ആരും അത് യുദ്ധം ആരംഭിച്ചപ്പോൾ ഹോർമുസ് തുറക്കുക എന്നുള്ള ഒരു ഇഷ്യൂ ആയിരുന്നതേ ഇല്ല. അപ്പൊ അത് വന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ നിന്ന് അതിലേക്ക് ശ്രദ്ധ ഉണ്ടായി. പക്ഷെ അത് ഇപ്പോ അമേരിക്കൻ ബ്ലോക്കേഡ് അത് മാറ്റുകയാണെങ്കിൽ ഹോർമുസ് തുറക്കാമെന്ന് ഇറാൻ പറയുന്നുണ്ട്. അവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പൊ അത് ഒരുപക്ഷെ എഗ്രി ചെയ്യപ്പെടുമായിരിക്കാം. രണ്ടാമത്തേത് ഒരു സീസ് ഫയറിന് തയ്യാറാകുമായിരിക്കും. രണ്ടു കൂട്ടർക്കും കൂടുതൽ സമയം ആവശ്യമുണ്ട്. അപ്പൊ ഇത് രണ്ടും മാത്രമേ ഈ ചർച്ചകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമാവുകയുള്ളൂ. സോ ന്യൂക്ലിയർ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അതിനുള്ള കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് 2 വശത്തു നിന്നും. അപ്പൊ അതുകൊണ്ട് ഇറാനെ കുറെ കൂടി ദുർബലമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സീസ് ഫയർ എടുത്തിട്ട് ഒരു വലിയ അറ്റാക്ക് നടത്തുക എന്നുള്ളതായിരിക്കണം ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇവിടെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നോ ഒരു നിലയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തിച്ചേർന്നിട്ടുണ്ടോ? എത്തിയിട്ടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ റാഷണൽ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അദ്ദേഹം ഒരിക്കലും റാഷണൽ അല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ ഇത് അൺപ്രഡിക്റ്റബിലിറ്റി ഒരു ഡിപ്ലോമാറ്റിക് ടൂളായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒരു കാലത്തും അത് സാധ്യമല്ല. ഡിപ്ലോമസിയിൽ നമുക്ക് വേണ്ടത് ഫിക്സ്ഡ് ആയിട്ടുള്ള ചില ഒരു അൺസർട്ടൺ അല്ലാത്ത ചില പ്രിൻസിപ്പിൾ വേണം. ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ എന്ത് നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രൊജക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തും സംഭവിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ
ആ ഒരു അതാണ് സർപ്രൈസ് എലിമെന്റ് ആണ് അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റിക് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നെഗോഷിയേറ്റേഴ്സിനെ മാറ്റുക. ഇപ്പോ വാൻസിന് പകരം അദ്ദേഹത്തിന്റെ ക്രോണീസിനെയാണ് അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു റാഷണാലിറ്റി അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ, ഒന്ന് ഈ ഹോർമോസിന്റെ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ലോകത്തെ എനർജി ഇഷ്യൂവിൽ കുറച്ചൊരു വ്യത്യാസം വരും. രണ്ടാമത്തേത് ഈ ഏത് തരത്തിലെങ്കിലും ഇറാന്റെ ശക്തി കുറയ്ക്കുക എന്നുള്ളതുമാണ്. അപ്പൊ ഇത് രണ്ടുമായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസ് ഫയർ 22 വരെയാണ് വെടിനിർത്തൽ കരാർ ഇറാനിലുള്ളത്. അത് കുറച്ച് ആഴ്ചകൾ കൂടി നീട്ടുന്നു. US ഈ സൈനിക ഉപരോധത്തിൽ നിന്ന്, ഹോർമുസിലെ ഉപരോധത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇറാൻ ഒരല്പം താഴോട്ട് വന്ന് ഹോർമുസ് തുറന്നു നൽകാമെന്നൊരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ പകുതിയിലേറെ ആശ്വാസമാണ് മറ്റു രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കുൾപ്പെടെ. അത് മാത്രമേ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കാരണം യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇറാനെ നിർവീര്യമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിലാണ് അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ന്യൂക്ലിയർ ഇഷ്യൂവും അതുപോലെ ഹോർമോസ് ഇഷ്യൂവും ഒക്കെ സൈഡ് ഇഷ്യൂസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇറാനെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാനൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ക്ഷീണം, അദ്ദേഹം ഇൻവിൻസിബിൾ അല്ല. ഇന്ന് അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കുകയുണ്ടായി, ഞങ്ങൾ ഇൻവിൻസിബിൾ ആണ്. അതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അത് പ്രൂവ് ചെയ്യാനാണ് അദ്ദേഹം ഈ അടുത്ത ഘട്ടം ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിലേക്ക് അദ്ദേഹം നീങ്ങുമായിരിക്കും. അത് കുറച്ചൊക്കെ ആശ്വാസം എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഒരു കരാറിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല. അത് ഇവിടെ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി കൂടി നോക്കിക്കഴിഞ്ഞാൽ, കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഇറാൻ സ്ഥാനപതിയെ നേരിട്ട് വിളിപ്പിക്കുന്നു, അതിലെ എതിർപ്പ് പ്രകടമാക്കുന്നുണ്ട് എങ്കിൽ പോലും അതിശക്തമായ ഒരു വിമർശനമോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. മയപ്പെടുത്തിയുള്ള ഒരു പ്രതികരണം തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഒരു പക്ഷേ വരും ദിവസങ്ങളിലുള്ള ചരക്ക് ഗതാഗതം കൂടി സുഗമമാകേണ്ടതുണ്ട്. കടുപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഇന്ത്യയെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന് നോക്കിക്കണ്ടുകൂടിയായിരിക്കുമോ അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തിട്ടുണ്ടാവുക? അതെ, നമ്മളതിനെ ഓരോ ഇഷ്യൂ ബൈ ഇഷ്യൂ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോ ഇറാൻ നമുക്ക് ഒരു അനുവാദം തരുന്നു, ഇന്ത്യൻ കപ്പലുകൾക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും. എല്ലാവർക്കും കൊടുത്തെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ അത് ഒരു സ്പെസിഫിക് ആയിട്ട്, ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഇറാനുമായിട്ടും അമേരിക്കയായിട്ടും ചർച്ച ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് എല്ലാം നേടിക്കൊടുക്കുന്നതിൽ പകരം നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതായിരിക്കും നമ്മൾ പെർസ്യൂ ചെയ്യുക. പക്ഷെ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം ഇറാന്റെ ത്രെറ്റ് വളരെ ക്ലിയറായി വന്നതുകൊണ്ട് അത് നശിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശരി, ശ്രീ PJ വിൻസെന്റ്, ഒരു രണ്ടാം വട്ട ചർച്ച നടന്നാലും ഇപ്പോൾ TP ശ്രീനിവാസൻ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തിയേക്കാം. പക്ഷേ ഒരു സമാധാന കരാർ രൂപപ്പെടാനിടയില്ല എന്നാണ്. പക്ഷേ ട്രംപ് ഇന്നുൾപ്പെടെ പറഞ്ഞത് ഒരു കരാറിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ അതിശക്തമായ ആക്രമണമായിരിക്കും, ഇറാനെ കത്തിച്ച് ചാമ്പലാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച ആ സമാധാന ചർച്ച കഴിഞ്ഞാൽ വീണ്ടും ഒരു യുദ്ധം എന്ന് വേണമോ നമ്മൾ കാണാൻ? അല്ല, ഈ ചർച്ച പരാജയപ്പെട്ടാൽ വീണ്ടും ഒരു സൈനിക നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങേക്കാം. അതിൽ ശ്രീനിവാസൻ സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാനെ ദുർബലമാക്കുക എന്നത് തന്നെയാണ് ആത്യന്തികമായി അമേരിക്കയുടെ ലക്ഷ്യം. അവിടെ അമേരിക്ക അങ്ങനെ കരുതുന്നതോടൊപ്പം ഈ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളുടെയും വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഇറാൻ്റെ ശാക്തീകരണം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാൻ ഒരു പെർമനൻ്റ് ത്രെട്ടാണ് ഇന്നത്തെ നിലയ്ക്ക് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഗൾഫിലുള്ള അത് കുവൈറ്റ് ആയാലും ഖത്തർ, അതുപോലെ ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു ശക്തമായ സൈന്യമില്ല. ഇറാഖ് എങ്ങനെയാണ് കുവൈറ്റിനെ ആക്രമിച്ച് കീഴടക്കിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1991 ഈ ഓയിൽ റിച്ച് മൊണാർക്കീസ് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ 1979 മുതൽ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെയാണ് അവരുടെ കഴുത്തിന് മേലെ ഇറാൻ നിൽക്കുന്നത്. അവർക്കെതിരായി ഇറാൻ്റെ സൈന്യത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ വലിയ രൂപത്തിൽ അമേരിക്കയെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇറാൻ ദുർബലം ആകുക എന്നുള്ളത് അമേരിക്കയുടെ മാത്രം താല്പര്യമല്ല. അതല്ലെങ്കിൽ എന്ത് വേണം? ഗൾഫിലുള്ള ഈ രാജ്യങ്ങളും ഇറാനും തമ്മിൽ വളരെ
വളരെ അടുത്ത സൗഹൃദം സ്ഥാപിക്കപ്പെടണം. അങ്ങനെ ഒരു സൗഹൃദം അത് തമ്മിലില്ല. ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അതിശക്തമായ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. മാത്രമല്ല അവർ തമ്മിലുള്ള ശീതയുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ല, അത് മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഈ US സൈനിക കേന്ദ്രങ്ങൾ ഉള്ളതിലും ഇറാന് നല്ല എതിർപ്പുണ്ട്. അത് അവിടെ നിന്ന് മാറ്റണം, അതിൽ നിന്ന് പിന്മാറണമെന്ന് കൂടി ഇറാൻ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അതെ, അതിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ്. അതിൻ്റെ തന്നെ ഒരു ഘട്ടത്തിൽ ഈ ട്രംപിൻ്റെ, ശ്രീനിവാസൻ സാർ സൂചിപ്പിച്ച പോലെ ട്രംപിൻ്റെ അനിശ്ചിതത്വം എന്നുള്ളത് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു സൈനിക സഖ്യത്തിൽ ഒപ്പിട്ടത്. കാരണം ഇപ്പോൾ ട്രംപ് ഒറ്റയടിക്ക് ഇനി ഞങ്ങളെ സഹായിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക സഖ്യം ഒപ്പിട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഇറാൻ ഫാക്ടറാണ്. അപ്പോൾ ഈ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ തന്നെ ഈ സമാധാന പ്രക്രിയയിലേക്ക് പോകുമ്പോൾ മോഹൻപിള്ള സാർ പറഞ്ഞ കാര്യം നമ്മൾ അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. ഒരു ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്ന രാജ്യത്തിന് റിലയബിലിറ്റി വേണം. ലോകത്തിൽ യാതൊരു റിലയബിലിറ്റിയും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് വിജയിക്കുക? കാരണം ഇതിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രാജ്യങ്ങളുണ്ട്. ചൈനയും അമേരിക്കയും തമ്മിൽ അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റ് പോലെയാണ് ഏറെക്കുറെ പാകിസ്ഥാൻ എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ പാകിസ്ഥാന് അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം നമുക്കറിയാം. ഈ സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാൻ സൈനിക സഖ്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഏത് പൊസിഷനാണ് ഈ രാജ്യം എടുക്കുക? ഒരു ഇരു രാജ്യങ്ങളെയും കേൾക്കുവാനും അതിൽ സമവായമുണ്ടാക്കുവാനും അതുപോലെ സെൻട്രൽ പൊസിഷനിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു രാജ്യത്തിനെ സ്വാഭാവികമായിട്ട് മീഡിയേഷൻ സാധ്യമാവുള്ളൂ. അല്ല, അതിൽ പാകിസ്ഥാന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് വേണ്ടേ? കാരണം നമ്മളിങ്ങനെ ഒരു സമാധാന ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു, അത് വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ മുഖം എനിക്ക് കൂടിയല്ലേ? അല്ല, അതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാന്റെ താല്പര്യമല്ല, മറിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ ഒരു കോമാളി വേഷം കെട്ടുകയാണ് എന്ന് വിമർശകർ അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണവും അതാണ്. ഇപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് നാളെ ഏപ്രിൽ 19 അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള സാങ്ഷൻസ് വെയ്വർ അവസാനിക്കുകയാണ്. റഷ്യൻ ക്രൂഡ് ഓയിലും അതുപോലെ ഇറാൻ ക്രൂഡ് ഓയിലും വാങ്ങിക്കാൻ വേണ്ടി ഇന്ത്യക്കും ചൈനയ്ക്കും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉപരോധത്തിൽ ഇളവ് നൽകിയിരുന്നു. അത് നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ അവസാനിക്കുന്നതോടുകൂടി ഇറാൻ്റെ എണ്ണ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അതുപോലെ റഷ്യൻ ക്രൂഡ് ഓയിലും വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ ഇവിടെ മറ്റൊരു വിഷയമുള്ളത്, ഇന്ത്യ യുവാൻ നൽകിയിട്ടാണ് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അത് ഷാങ്ഹായ് കേന്ദ്രീകരിച്ചിട്ടുള്ള ICICI ബാങ്ക് മുഖേനയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പെട്രോ ഡോളറിൻ്റെ ഒരു ആധിപത്യത്തിന് വലിയ ക്ഷീണമാണ്. ഇന്ത്യ യുവാൻ നൽകിയിട്ട് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സാങ്ഷൻസ് വെയ്വർ അവസാനിക്കുന്നതോടുകൂടി തന്നെ വീണ്ടും പ്രതിസന്ധി ഉണ്ടാവും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ട സാഹചര്യം വളരെ കൃത്യമായി നമ്മൾ നിരീക്ഷിക്കേണ്ട ഒന്നാണ്. അതെനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു സൗഹൃദ വെടിവെപ്പ് എന്നതിനപ്പുറത്തേക്ക് സീരിയസ് ആയി ഇന്ത്യക്കെതിരായ ഒരു നിലപാട് ഇറാൻ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അത് സൈനികമായ കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ഗൾഫ് ഓഫ് ഒമാൻ കഴിഞ്ഞിങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാഭാവികമായ മേഖലയാണ് അറേബ്യൻ സീയും ഇന്ത്യൻ ഓഷ്യനും. അതുമാത്രമല്ല ഈ കപ്പലുകൾ മുഴുവൻ കടന്നു പോകുന്ന ഗൾഫ് ഓഫ് മലാക്ക സ്റ്റേറ്റിന് താഴെയാണ് അന്തമാൻ നിക്കോബാർ ഐലൻഡ്സിന് താഴെ ഇന്ത്യ വലിയ സൈനിക നാവിക കേന്ദ്രം നിർമ്മിക്കുകയാണ്. ആ മേഖലയൊക്കെ ഇന്ത്യൻ സൈന്യത്തിന് വളരെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ നാവിക ശക്തിയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരായ ഒരു നിലപാടെടുക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഇറാനില്ല. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു സൗഹൃദ എന്താ പറയുക, അങ്ങനെ നമ്മൾ പറയുമല്ലോ, അതിനപ്പുറത്തേക്കൊരു സീരിയസ് ആയി ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ഇന്ത്യ ഈ വിഷയത്തെ സമീപിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഞാൻ അങ്ങയിലേക്ക് വരാം. ബ്രിഗേഡിയർ മോഹൻപിള്ള, നോക്കൂ, ഇവിടെ ആത്യന്തികമായി ഇറാനെ ദുർബലരാക്കുക എന്നാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അതിലൂടെ മറ്റ് പല ലക്ഷ്യങ്ങൾ, അവിടെ ഭരണമാറ്റം കൊണ്ടുവരിക, ഒരു റീജിയൻ ചേഞ്ച് വരെ കൊണ്ടുവരിക എന്നതൊക്കെയാണ് ദീർഘദൂര പ്ലാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും. പക്ഷേ അങ്ങനെയങ്ങ് ദുർബലരാക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞു കഴിഞ്ഞതാണല്ലോ.
തീർച്ചയായിട്ടും ഇറാനെ ദുർബലമാക്കുക എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അവർ ദുർബലമാക്കുവാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്തു. അത് മനസ്സിലായി ദുർബലമാകില്ല എന്നുള്ളത്. പക്ഷേ ആ ശ്രമം ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാതെ മറ്റുള്ള രീതിയിൽ അവരെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇവിടെ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇസ്രയേൽ ഇറാൻ കൺഫ്രണ്ടേഷനാണ്. അതാണ് മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ. അതായത് US-നെ സംബന്ധിച്ചിടത്തോളം US-ന്റെ പോളിസി ലോകരാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായി. അതായത് ഒരുപക്ഷെ ഒരറ്റം വരെ പറയും കാശ് കൊടുത്താൽ ട്രംപ് യുദ്ധം നിർത്തുമെന്ന് വരെ പറയാൻ ആൾക്കാർ വന്നു കഴിഞ്ഞു. അതായത് ഫോർ ഹിം മണി ഈസ് എവറിത്തിങ്, പൈസ കൊടുത്ത് നിർത്താമെന്നുള്ള പരിപാടി വരെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കൺസെപ്റ്റിലോട്ട് വരുമ്പം ഇസ്രയേലാണ് ഇത് ഇപ്പോഴത്തെ ക്രൈസിസിന്റെ മെയിനായിട്ടുള്ള കാരണവും ഇസ്രയേലാണ്. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാര്യം 2025 ജൂണിലുണ്ടായ അറ്റാക്കില് ട്രംപ് വെടിനിർത്തൽ നടത്തുകയും ചെയ്തു ഇസ്രയേലിന് വേണ്ടി. ഇനിയും ഇസ്രയേല് അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇസ്രയേൽ അറ്റാക്ക് ചെയ്തു, ട്രംപിന്റെ വാക്കിന് വിലയില്ലാത്ത രീതിയിൽ. അങ്ങനെ ഒരു നാണംകെട്ട ട്രംപാണ് പിന്നീട് ഈ ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നത്. അപ്പം അന്നേ ഇസ്രയേലിന് പ്ലാൻ ഉണ്ടായിരുന്നു ഇറാനെ ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ ഇറാനെ ഡൗൺ ചെയ്യുക എന്നുള്ള ഒരു എയിം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലോട്ട് വരുന്നില്ല. ഇപ്പം ഇറാനെ ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പോയിന്റുകൾ, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ക്ലെയിം എന്താ അറിയുമോ ദിവ്യ, കാര്യം ഇതൊരു മാൻമെയ്ഡ് ഇതല്ല, കടലിടുക്കല്ല, ഇത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ഇറാൻ ഒരു ക്ലെയിം എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വന്നാൽ പോലും ഏതൊരു രാജ്യത്തിന്റെ തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം 12 നോട്ടിക്കൽ മൈൽ വരെ ആ രാജ്യത്തിന് അവകാശപ്പെട്ടതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കൺവെൻഷൻ അനുസരിച്ച് 12 കിലോമീറ്റർ ദൂരം വരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ രാജ്യത്തിനോട് ചേർന്ന് കിടക്കുന്ന കടലുകളാണ്. അതിനുള്ള അധികാരം ആ രാജ്യത്തിന് തന്നെയാണ്. അപ്പൊ ഈ ഹോർമസിനെ സംബന്ധിച്ചിടത്തോളം അതിന് 35, ചിലയിടത്തൊക്കെ 35 കിലോമീറ്റർ മൈലേ ഉള്ളൂ. 35 മുതൽ ഒരു 60 വരെയൊക്കെ ആണെന്ന് തോന്നുന്നു ആ ഒരു വീതിയേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇത്രയും ഏരിയയിൽ അവർക്ക് എന്തും ചെയ്യാവുന്നേ, അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇന്റർനാഷണൽ, അതായത് അവരുടെ ഒരു വ്യവസ്ഥാപിതമായ നിയമം വെച്ചിട്ട് ഇറാൻ അത് ഇത് ചെയ്യാം. അത് പ്രകൃതിയുള്ള അതാണെങ്കിൽ പോലും ഇറാൻ അതിനുള്ള ആധിപത്യമുണ്ട്. അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിനെതിരെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. ആ ഏരിയയിൽ അവർ ഡിമൈനിങ് ചെയ്താൽ പോലും വേറൊരു രാജ്യത്തിനെ അതിനെ വിമർശിക്കാൻ പറ്റില്ല. ആ ഡിമൈനിങ് ചെയ്യാം, അവർക്ക് മൈനിങ് ചെയ്യാം, അപ്പം അവിടെ നിന്നിട്ട് മറ്റുള്ള ഏരിയയിലോട്ട്. അപ്പൊ അതുകൊണ്ടാണ് മൈനിങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ മറ്റുള്ള രാജ്യങ്ങൾ അല്പം മടിച്ചു നിൽക്കുന്നതും. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടുള്ള കപ്പൽ മുതലാളിമാർ ആരും ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാത്തതും. ഒരു കപ്പൽ മുതലാളിയും അതിനോട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല, ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നുള്ള പറഞ്ഞാൽ. ഈവൻ അമേരിക്കൻ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു കപ്പൽ മുതലാളിയും അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല. അത് സ്വാഭാവികമാണ്. അപ്പം ഇങ്ങനെ ഇറാനെ ദുർബലപ്പെടുത്താനുള്ള ഒരു കൺസെപ്റ്റിലോട്ട് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്നുള്ള ഒരു പോളിസി വരുവാനുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഇറാൻ. പക്ഷെ അതിനുവേണ്ടി ആ ലെവലിലോട്ട് കംപ്ലീറ്റ് ട്രൂപ്സിന് വരെ മൊബിലൈസ് ചെയ്യുവാനും ഇൻഡക്ട് ചെയ്യുവാനും ഉള്ള ഫൈനൽ പോളിസിയിൽ ഇരിക്കുകയാണ്. ആ ഒരു ഇരിക്കുമ്പോഴും 100% അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു കാരണവശാലും അവിടെ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാൻ പറ്റുന്ന ആക്സിസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഗൾഫ് GCC കൺട്രീസിലുള്ള US ബേസ് ആണ്. US ബേസിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് അഡ്വാൻസ് ചെയ്യണം. ഈ ഇറാൻ അതിനുവേണ്ടി മാത്രമാണ് അഗൈൻ ആൻഡ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ഇറാൻ ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓൺലി. പക്ഷെ ഒരു കാരണവശാലും അത് നടക്കില്ല. കാര്യം ഓഫ് കോഴ്സ് ഏത് രീതിയിലുള്ള അറ്റാക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മിനിമം 1:10 എന്നുള്ള രീതിയിലെങ്കിലും, ബെയർ മിനിമം ആണ് ഞാൻ പറയുന്നത്, ആസ് പെർ ദി ബാറ്റിൽ ഫീൽഡ് റൂൾ വെച്ചിട്ട് 1:10 എന്നുള്ള രീതിയിൽ 10 ഇറാനിയൻ അവിടെ മരിച്ചാൽ ഒരു US സൈനികൻ മരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ അവരവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഇത്രത്തോളം കാഷ്വാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുവാൻ, ഇത്രയും മൃതദേഹങ്ങൾ, ഇത്രയും ശവപ്പെട്ടികൾ അമേരിക്കയിലോട്ട് തിരിച്ചു പോകുവാൻ അവർ അംഗീകരിക്കുമോ? ആ ഒരു പോളിസിയിലോട്ട് വരുമോ? അപ്പൊ ഇതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇറാന് വേണ്ടത് അൾട്ടിമേറ്റ് എഡ്ജ് എന്ന് പറയുന്നത് US ഈ ഒരു സ്റ്റാൻഡ് എടുക്കണം. അതുകൊണ്ടാണ് ഇറാൻ സീസ് ഫയറിൽ അത്ര ഇനിഷ്യേറ്റീവ് കാണിക്കാത്തത്. അവർ പറയുന്നത് ഞങ്ങൾ റെഡിയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കാണിക്കുവാനും, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്, ഞങ്ങൾ മാന്യമായി ഡീൽ ചെയ്യുന്ന ഒരു രാജ്യമാണ്, ഞങ്ങൾക്ക് ആരുമായിട്ടും എതിരില്ല, എല്ലാ നിയമങ്ങളും പാലിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ഒരു സീസ് ഫയർ കണ്ടീഷന് വേണ്ടി ബൈലാറ്ററൽ ടോക്സിന് വിളിക്കുമ്പോൾ അവർ എഗ്രി ചെയ്തു വരുന്നു. പക്ഷെ അവർ പറയുന്നുണ്ട് കാര്യങ്ങൾ വളരെ ദൂരത്താണ്.
അതായത് യോജിക്കാനുള്ള കാര്യങ്ങൾ എങ്ങുമില്ല, പക്ഷെ ഞങ്ങൾ ചർച്ചയ്ക്ക് വരികയും ചെയ്യും. അപ്പം ആ ഒരു കൺസെപ്റ്റ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വിമർശനാതീതമായിട്ടുള്ള രീതിയിൽ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ വിമർശനാതീതമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ സ്റ്റെപ്പുകളും എടുത്തിട്ടുള്ള ഒരു രാജ്യം എന്ന് നമുക്ക് കാണണം. തീർച്ചയായിട്ടും ശരിയാണ്, GCC കൺട്രീസിന് ഒരു തലവേദനയാണ് ഇറാൻ എന്നുള്ള രീതിയിൽ. പക്ഷെ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇറാന് ആ ഒരു സ്റ്റാൻഡ് എടുത്തേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഒരു ഇളവ് ട്രംപ് തന്നിരുന്നു. അതപ്പോൾ നാളെ അവസാനിക്കാൻ പോവുകയാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതും അവസാനിക്കുകയാണ്. അവിടെ നിന്ന് ചരക്ക് ഗതാഗതം അത്ര സുഗമമായിരിക്കില്ല കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വലിയ പരുങ്ങലിലാകാൻ പോകുന്നത് ഇന്ത്യയിലെ എന്താകും ഇന്ത്യയുടെ മുന്നിലുള്ള അടുത്ത വഴികൾ? അല്ല, ഇന്ത്യ അതിന് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ പോയിരുന്നു, ജയശങ്കർ പോയിരുന്നു ഗൾഫിലേക്ക്. അപ്പോൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ 47 രാജ്യങ്ങളിൽ നിന്ന് എടുത്തെങ്കിൽ ഇപ്പോൾ 70 രാജ്യങ്ങളിലാണ് നമ്മൾ കണക്കാക്കുന്നത് എല്ലാ സ്ഥലത്തും ഒന്നും വാങ്ങത്തക്കവണ്ണം. അതുകൊണ്ട് ഓയിലിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചു കാലത്തേക്കാണെങ്കിൽ ഹോർമോസ് അടച്ചിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ കിട്ടും എന്നാണ് പ്രതീക്ഷ. അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ അറിയാൻ പറ്റില്ല. എന്തെങ്കിലും ഈ ഓയിൽ ബോംബ് ചെയ്യുകയാണെങ്കിൽ ഓയിൽ ഇൻസ്റ്റലേഷൻസ്, ഗൾഫിൽ തന്നെ ഓയിൽ ഇൻസ്റ്റലേഷൻസ് ഒക്കെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, സൗദി അറേബ്യയിലൊക്കെ. അപ്പൊ അതുവരെയാണ് നമുക്ക് പ്രശ്നം. ദീർഘകാലം നമുക്ക് ഈ ഗൾഫ് മേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതല്ലേ വസ്തുത? അതെ, പക്ഷെ തൽക്കാലം അതുകൊണ്ട് നമുക്ക് കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. കാരണം പലതരത്തിലുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് റഷ്യൻ ഓയിലിന്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമായി നമുക്കിപ്പോൾ കാണേണ്ടതില്ല. തന്നെയല്ല, റഷ്യൻ ഓയിൽ വാങ്ങുക എന്നുള്ളത് എങ്ങനെയാണ് അമേരിക്ക തീരുമാനിക്കുക. അപ്പൊ അതുകൊണ്ട് റഷ്യയുടെയും ചൈനയുടെയും പ്രവൃത്തികൾ നമ്മൾ നോക്കിയാൽ അവരിതിനെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കും ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഹോർമൂസ് അടച്ചാൽ ഏറ്റവും വലിയ നഷ്ടം വരുന്നത് ചൈനയ്ക്കാണ്. എന്നിട്ട് സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ ചൈനയും റഷ്യയും കൂടെ വീറ്റോ ചെയ്തു. കാരണം ഒരു തരത്തിലും അമേരിക്കയ്ക്ക് ഒരു തരത്തിലുമുള്ള ഫോഴ്സ് ഓതറൈസേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമാണ് അവർ ചിന്തിച്ച ആ സമയത്ത്. അപ്പൊ അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ റിലേഷൻസിൽ. കാരണം ഒരു തരത്തിലും അവർക്ക് ലോങ് ടേം നഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പോലും ആ റിസ്ക് എടുത്ത് അമേരിക്കയ്ക്ക് ഓതറൈസേഷൻ കൊടുക്കുകയില്ല എന്നുള്ളൊരു സന്ദേശമാണ് സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷന്റെ വോട്ട് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പല ഓപ്ഷൻസും ഉണ്ടാകാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സീസ് ഫയറും അതിനുശേഷം 1 more റൗണ്ട് ഓഫ് അറ്റാക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സംഭവിക്കുക, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് അറിയാനായി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഒരു സമാധാന ചർച്ചയിലേക്ക് തന്നെ ഈ രാജ്യങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമോ, അവിടെ ചില ധാരണകൾ രൂപപ്പെടുമോ എന്ന് നമുക്ക് കാണാം. നന്ദി ശ്രീ PJ വിൻസെന്റ്, ബ്രിഗേഡിയർ മോഹനൻ പിള്ള, TP ശ്രീനിവാസൻ, MC നാസർ അതിഥികളായി ചേർന്നത്.